ആരാധകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ബറോസ് ഇറങ്ങാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അവരൊക്കെ. സാധാരണ ഒരു മോഹൻലാൽ ചിത്രം ഇറങ്ങുമ്പോൾ വലിയ ഫാൻ ഷോകളൊക്കെ വെച്ച് ഭയങ്കര ആഘോഷമാണ് അവർ തീർക്കാറുള്ളത്. എന്നാൽ ബറോസിന് അങ്ങനെ ഒരു ഫാൻ ഷോ വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആരാധകർ പോലും ചർച്ച ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ബറോസിന് അങ്ങനെ ഒരു ഫാൻ ഷോ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രേക്ഷകർ പോലും പറയുന്നുണ്ട്. എന്നാൽ മോഹൻലാലിന്റെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രങ്ങൾക്ക് ഫാൻ ഷോ വെച്ചാലേ അവർക്ക് ആ ആഘോഷം പൂർത്തിയാവുകയുള്ളൂ. അതെന്തായാലും എമ്പുരാൻ പോലുള്ള സിനിമകൾക്ക് അവർ വെക്കുന്നുണ്ട്. 12 AM തുടങ്ങുന്ന രീതിയിലുള്ള ഫാൻ ഷോകളൊക്കെയാണ് അവർ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ കൗതുകങ്ങളായി. ഇപ്പോഴേ തന്നെ എമ്പുരാന് വേണ്ടിയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. പലർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട വിവരങ്ങൾ വരെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ബറോസിനെ എങ്ങനെയായിരിക്കും, ബറോസിനെ സമീപിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള കൗതുകം പല പ്രേക്ഷകരും ചർച്ച ചെയ്യുന്നുണ്ട്. ഫാൻ ഷോ വെക്കരുത് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഫാൻ ഷോ വെക്കേണ്ട ആവശ്യമില്ല ബറോസ് പോലൊരു ചിത്രത്തിന് എന്നവർ പറയുമ്പോൾ, മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന രീതിയിൽ തന്നെ ബറോസിന് വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പ്രതീക്ഷയുണ്ട്. ബറോസിന്റെ റിലീസ് ഒരുങ്ങുകയാണ്. വലിയ ബജറ്റിൽ 3Dയിൽ ഒരുങ്ങുന്ന സിനിമയുടെ ട്രെയിലറിന് വലിയ സ്വീകാര്യതയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ ഷോർട്ട് ടൈം സംബന്ധിച്ച പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ബറോസിന് അതിരാവിലെ ഫാൻ ഷോകൾ ഇല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോകൾ കേരളത്തിൽ എല്ലാ റിലീസ് കേന്ദ്രങ്ങളിലും രാവിലെ 9:30 ആരംഭിക്കും എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലെ മറ്റ് കേന്ദ്രങ്ങളിലും ഇതേ സമയക്രമത്തിലായിരിക്കും എന്നാണ് സൂചന. എന്നിരുന്നാലും അങ്ങിങ്ങായി ചില ഫാൻ ഷോകളൊക്കെ നടത്താൻ ആരാധകർ ഒരുങ്ങുന്നുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് അവർ എത്തുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള ഫാൻ ഷോകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായിട്ടാണ് ബറോസ് തിയേറ്ററിലേക്ക് എത്തുന്നത്. മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മോഹൻലാൽ ഒരുക്കുന്ന ചിത്രമാണ് ബറോസ്. മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. സിനിമയിലെ ആദ്യ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇസബല്ല എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. ഇതിനും ഗംഭീരമായ റെസ്പോൺസ് ആണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ബറോസിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഷോർട്ട് ടൈം ഒക്കെ ഇങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് വലിയ സ്വീകാര്യതയാണ് അവർ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നല്ല തീരുമാനമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നതും. എന്നാൽ മറ്റൊരിടത്ത് ആഘോഷം 10 മടങ്ങാണ്. കാരണം വരാൻ പോകുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ്. റെക്കോർഡുകളൊക്കെ തിരുത്തിക്കുറിക്കാൻ കഴിയുന്ന ഒരു ചിത്രം. മോഹൻലാലിന്റെ മാക്സിമം ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ വാരിക്കൂട്ടാൻ കഴിയുന്ന സിനിമ. എമ്പുരാന് വേണ്ടി അത്ര വലിയ ആഘോഷമാണ് പ്രേക്ഷകർ ഇപ്പോഴേ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. വലിയ ആഘോഷങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് പല തിയേറ്ററുകളിലും. ആരാധകർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ബാനറുകൾ പോലും എമ്പുരാന്റേതായി തിയേറ്ററിന് മുന്നിൽ തൂക്കിക്കഴിഞ്ഞു ആരാധകർ. അത്ര വലിയ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു. ഇനിയും മാസങ്ങളുണ്ട് എമ്പുരാന് വരാൻ വേണ്ടി. കാരണം അത്ര വലിയ ആകാംക്ഷ ഈ ചിത്രത്തിനുണ്ട് എന്നത് പറയേണ്ടതില്ലല്ലോ. ലൂസിഫറിന് ശേഷം വരുന്ന എമ്പുരാൻ അത് പക്ഷേ ഒരുക്കിയിരിക്കുന്നത് ഗംഭീര രീതിയിലാണെന്നാണ് പലരുടെയും വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അടുത്തിടയ്ക്ക് ഈ ചിത്രത്തിന്റെ ചെറിയൊരു അപ്ഡേറ്റ് പങ്കുവച്ചത് നന്ദു ആയിരുന്നു. എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ നിന്ന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ എമ്പുരാനെ കുറിച്ച് നടൻ നന്ദു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ക്യാമറയും ജിബും ക്രെയിനും അടക്കം ഇന്ത്യയിൽ ലഭ്യമാകുന്ന എല്ലാ പുതിയ എക്യുപ്മെന്റ്സുമാണ് എമ്പുരാനിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് നന്ദു പറയുന്നത്. ഒരു അഭിമുഖത്തിലാണ് നന്ദുവിന്റെ പ്രതികരണം എത്തിയതും. ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ രണ്ടാം ഭാഗത്തിൽ കുറേയധികം ഉപകരണങ്ങളും ആളുകളും കൂടിയിട്ടുണ്ട്. സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ പറഞ്ഞത് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന എല്ലാ പുതിയ എക്യുപ്മെന്റ്സും എമ്പുരാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഗുജറാത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സിനിമയുടെ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കോസ്റ്റ് 50 മുതൽ 60 ലക്ഷം വരെയാണ്. നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഉണ്ട്. അതെല്ലാം ഒരേ ദിവസം 5 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ഉയരത്തിൽ പോകുന്ന ജിബ് പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുംബൈയിൽ നിന്ന് വരുത്തിയതാണ്. ഏറ്റവും പുതിയ ക്യാമറയാണ് സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മാത്രം ദിവസ വാടക 5-6 ലക്ഷമാണ്. നന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 2025 മാർച്ച് 27 ലോകമെമ്പാടുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. എന്തായാലും ഈ കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ 10 മടങ്ങ് ഉയരുകയാണ്. അതുകൊണ്ട് അവരുടെ ഓരോ ആഘോഷവും ആഘോഷത്തിന്റെ തീവ്രതയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഫാൻ ഷോ ഒക്കെ ചാർട്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങളൊക്കെ ഇപ്പോഴേ പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയകളിൽ എത്തുന്നുണ്ട്. ഈ ആഘോഷം കാണാൻ തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്.